വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ഫസ്റ്റത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണെന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടേംസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് വർക്ക്സ് ആണ്. അതിലാദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു ടാബ്ലർ കോളം വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്വാണ്ടിറ്റീസൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ ഒരു സീക്വൻസ് നമുക്കുണ്ട്, ബുക്കിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ആദ്യം ലെങ്ത് എഴുതുന്നു, ദെൻ വിഡ്ത്ത്, ഡെപ്ത് ഓർ ഹൈറ്റ്, ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. അതിനെയാണ് നമ്മൾ ബുക്കിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 0.01 മീറ്ററാണ് വരുന്നത്. ഇതിൻ്റെ യൂണിറ്റിൽ മാത്രമേ ഇനി അങ്ങോട്ട് വ്യത്യാസമുള്ളൂ. കാരണം ലെങ്ത് 0.01 മീറ്റർ ആണെങ്കിൽ ഇവിടെ ഏരിയ എങ്ങനെ തന്നെ വരും, 0.01 തന്നെ, പക്ഷേ അതിൻ്റെ യൂണിറ്റ് മാത്രം വ്യത്യാസം വരും, മീറ്റർ സ്ക്വയർ. അതുപോലെ വോളിയവും 0.01 തന്നെയാണ്, പക്ഷേ യൂണിറ്റ് മീറ്റർ ക്യൂബ്. ഇനി ഈ യൂണിറ്റ് മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 5 രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ക്യൂബിക് മെഷർമെൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഏരിയ മെഷർമെൻറ്റ്, ദെൻ നമ്പർ മെഷർമെൻറ്റ്, റണ്ണിങ് മീറ്റർ മെഷർമെൻറ്റ്, ആൻഡ് ഫൈനലി വെയ്റ്റ് മെഷർമെൻറ്റ്. ഈ ക്യൂബിക് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും തിക്നെസ് കൂടുതലായിരിക്കും. ഒരു 100 mm അല്ലെങ്കിൽ നമ്മുടെ 10 സെൻറ്റിമീറ്ററിനേക്കാളും തിക്നെസ് കൂടുതലാണെങ്കിലാണ് നമ്മൾ ക്യൂബിക്കിൽ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മീറ്റർ ക്യൂബാണ് യൂണിറ്റ്. ഏരിയ മെഷർമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും തിക്നെസ് 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 mm കുറവായിരിക്കും, നമ്മൾ മീറ്റർ സ്ക്വയറിലായിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമ്പർ മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നും നമ്പറിലായിരിക്കും പറയുന്നത്. റണ്ണിങ് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ലെങ്ത് കൂടുതലും ലെങ്തിനെ വെച്ച് നോക്കുമ്പോൾ തിക്നെസ് കുറവുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ റണ്ണിങ് മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. വെയ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുമ്പം നോർമലി വെയ്റ്റ് കിലോഗ്രാമോ ക്വിൻ്റലോ ടണ്ണോ ഇതിലൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് വെയ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ക്യൂബിക് മെഷർമെൻ്റ് ആണ്. ക്യൂബിക് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ക്യൂബിക് മെഷർമെൻറ്റിൽ മെയിനായിട്ട് വരുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ, ഫില്ലിംഗ്, PCC, RCC, സ്ലാബ്, കോളം, ബീം, ലിൻഡൽ, ചജ്ജ, സൺഷെയ്ഡ്, പ്രീകാസ്റ്റ് വർക്ക്, 1 ബ്രിക്ക് വർക്ക്, 1.5 ബ്രിക്ക് വർക്ക്, സ്റ്റോൺ വർക്ക്, വുഡ് വർക്കിൻ്റെ ശ്രദ്ധിക്കുക, വുഡ് വർക്ക് വരുമ്പോൾ ഫ്രെയിം മാത്രമേ വരുള്ളൂ. ഷട്ടർ മീറ്റർ സ്ക്വയർ റേഞ്ച് എന്ന് വെച്ചാൽ ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്യൂബിക് മെഷർമെൻറ്റ് അനുസരിച്ച് എർത്ത് വർക്ക് എക്സ്കവേഷൻ, ഫില്ലിംഗ്, PCC, RCC, സ്ലാബ്, കോളം, ബീം, ലിൻഡൽ, ചജ്ജ, സൺഷൈഡ്, പ്രീകാസ്റ്റ് വർക്ക്, 1 ബ്രിക്ക് വർക്ക്, 1.5 ബ്രിക്ക് വർക്ക്, സ്റ്റോൺ വർക്ക്, വുഡ് വർക്കിൽ ഫ്രെയിം. ഈ 1ഉം 1.5 എഴുതാൻ കാരണം ഹാഫ് ബ്രിക്ക് വർക്ക് വരുമ്പോൾ അത് ഏരിയ മെഷർമെൻറ്റിലാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഏരിയയിൽ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഏരിയ നമ്മൾ പറഞ്ഞു തിന്നായിട്ടുള്ളതായിരിക്കും വരുന്നത്, 10 സെൻറ്റിമീറ്ററിനേക്കാളും കുറവ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോം വർക്ക്, സെൻറ്ററിങ്, ഷട്ടറിങ്, ഡാം പ്രൂഫ് കോഴ്സ്, DPC എന്ന് പറഞ്ഞാൽ ഡാം പ്രൂഫ് കോഴ്സ്. അതുപോലെ ഹാഫ് ബ്രിക്ക് വർക്ക്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞ ഹാഫ് ബ്രിക്ക് വർക്ക് വരുന്നത് ഏരിയയിലാണ്. കാരണം ഹാഫ് ബ്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ലെസ് ദാൻ 10 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പക്ഷേ 1 ബ്രിക്കോ 1.5 എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ 10 സെൻറ്റിമീറ്ററിനേക്കാളും കുറഞ്ഞത് കൊണ്ടാണ് ഹാഫ് ബ്രിക്ക് ഏരിയ മെഷർമെൻറ്റിൽ വരുന്നത്. അതുപോലെ ബ്രിക്ക് സോളിങ്, ഹണി കോമ്പിങ്, ദെൻ കിച്ചൺ സ്ലാബ്, പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, പോയിൻറ്റിങ്, വൈറ്റ് വാഷിംഗ്, വാർണിഷിംഗ്, ഗ്രിൽ വർക്ക്, റോളിംഗ് സ്റ്റീൽ, ഫ്ലോറിംഗ്, റൂഫിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏരിയ മെഷർമെൻറ്റിൽ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്പറിൽ ഏതൊക്കെ വരുന്നതെന്ന് നോക്കാം. നമ്പർ മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസിൽ നമ്മൾ ലാൻഡിങ്ങിൻ്റെ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണെങ്കിൽ ഒരു ലാൻഡിങ് എന്ന് പറയുന്നത് 2 സ്റ്റെപ്സിൻ്റെ ബേസിസിലാണ് വരുന്നത്. ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയുമ്പോഴത്തേക്ക് 4 സ്റ്റെപ്സിൻ്റെ നമ്പേഴ്സിലാണ് വരുന്നത് ഹാഫ് ടേൺ സ്റ്റെയർ. അതുപോലെ അപ്പർ ടെൻസസ് ഒക്കെ നമ്മൾ നമ്പേഴ്സിലാണ് പറയുന്നത്. ഇപ്പോൾ വാൽസ്, മീറ്റർ, ബോർഡൊക്കെ, അതാണ് നമ്പർ മെഷർമെൻറ്റ്. ഇനി റണ്ണിങ് മീറ്റർ മെഷർമെൻറ്റ് നോക്കാം. റണ്ണിങ് മീറ്റർ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലെങ്ത് കൂടുതലും തിക്നെസ് വളരെ കുറവുമായിരിക്കും. GI പൈപ്പ്സ്, കാസ്റ്റ് അയൺ പൈപ്പ്സ്, വയർ ഫെൻസിങ്, കോപ്പിംഗ്, കോർണൈസ്, സ്ട്രിങ് കോസ്, ഡ്രിപ്പ് കോസ്, അതുപോലെ തന്നെ സ്കേർട്ടിങ്, ഇതെല്ലാം തന്നെ എന്താണ് റണ്ണിങ് മീറ്റർ മെഷർമെൻറ്റിലാണ് വരുന്നത്. അടുത്തത് വെയ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ കിലോഗ്രാമിലോ ക്വിൻ്റലിലോ ടണ്ണിലോ ഒക്കെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആദ്യം തന്നെ പറയുന്നത് നമ്മൾ സ്റ്റീൽ റീൻഫോഴ്സ്മെൻ്റ് ആണ്. അത് മെയിനായിട്ട് ക്വിൻ്റലിലാണ് പറയുന്നത്, ടണ്ണിലും പറയാം. ദെൻ ഇൻസുലേറ്റഡ് ഇലക്ട്രിക് വയേഴ്സ്, റോളിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ I സെക്ഷൻ ഉണ്ട്, C സെക്ഷൻ ഉണ്ട്, H സെക്ഷൻ ഉണ്ട്. അത് കിലോഗ്രാം പെർ മീറ്ററിലായിരിക്കും പറയുന്നത്. എക്സ്പ്ലോസീവ്സ് ഫോർ ബ്ലാസ്റ്റിംഗ്, അത് കിലോഗ്രാമാണ്. അതുപോലെ പെയിൻറ്റ്, നോർമൽ പെയിൻ്റ് അല്ല, നോർമൽ പെയിൻ്റൊക്കെ നമ്മൾ ലിറ്റർ കണക്കിനാണ് പറയുന്നത്. പക്ഷേ ഇത്
സ്റ്റിഫ് പെയിൻ്റ് ആണ്. സ്റ്റിഫ് പെയിൻറ്റ് നമ്മൾ വെയ്റ്റ് മെഷർമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്ന ഡേറ്റാ ബേസ് പ്രകാരം, ഡേറ്റാ ബുക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പ്രകാരമാണ് പറയുന്നത്. ഫസ്റ്റ് സൈറ്റ് ക്ലിയറിങ്. സൈറ്റ് ക്ലിയറിങ്ങിൻ്റെ ഞാൻ MU എന്ന് എഴുതിയിരിക്കുന്നത് മെഷേർഡ് യൂണിറ്റ്. അടുത്ത് ഞാൻ PU എന്ന് പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ് യൂണിറ്റ്. ഓക്കെ, പേയ്മെൻറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സൈറ്റ് ക്ലിയറിംഗ് ആണ്. സൈറ്റ് ക്ലിയറിംഗ് എന്ന് പറയുമ്പം സൈറ്റ് ക്ലിയറിങ്ങിൻ്റെ മെഷേർഡ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ. പക്ഷേ പേയ്മെൻറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ അവിടുത്തെ ലേബർ ആവശ്യമുള്ളത് 0.5 men ആണ് വരുന്നത്. അടുത്തൊരു ട്രീ ഫെൽ ചെയ്യുകയാണ് എങ്കിൽ അതെങ്ങനെയായിരിക്കും? നമ്മൾ നമ്പേഴ്സ് ബേസ് ചെയ്ത്, അപ്പോൾ പേയ്മെൻറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മെഷറിംഗ് യൂണിറ്റ് ആയിക്കോട്ടെ, അതെല്ലാം നമ്പേഴ്സിലാണ് വരുന്നത്. അതുപോലെ ഗ്രിത്ത് ഓഫ് ട്രീ എന്താണെന്ന് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 meter എബോവ് ആയിട്ട് മെഷർ ചെയ്യുന്നതാണ് ഗ്രിത്ത് ഓഫ് ട്രീ എന്ന് പറയുന്നത്. ദെൻ എർത്ത് വർക്ക് എക്സ്കവേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ എളുപ്പമുണ്ട്, കാരണം രണ്ടും ഒരേ യൂണിറ്റിലാണ് ക്യൂബിക്കൽ മെഷർമെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് ലീഡ് ആൻഡ് ലിഫ്റ്റ്. ലീഡ് ആൻഡ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കുഴി എടുക്കുന്നു. കുഴിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് മാറി നമ്മളവിടെ ഡെപ്പോസിറ്റും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിൽ നിന്നുള്ള സോയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ഇതിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 50 അല്ലെങ്കിൽ 30 meter. അതിനെ ലെഫ്റ്റ് എന്നും ലീഡെന്നും, ലെഫ്റ്റ് അല്ല ലീഡെന്നും. അതുപോലെ ലിഫ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് 1.5 meter വരുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിഫ്റ്റ് എന്നും പറയുന്നത്. അടുത്ത ഓപ്പൺ വെല്ല്. ഓപ്പൺ വെല്ല് പറയുമ്പം അറിയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നോർമലി നമ്മൾ വെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു 1.5 meter വരെ നമ്മൾ കുഴി എടുക്കുമ്പോൾ നോർമലി ഉള്ള എക്സ്കവേഷൻ ചാർജ് മാത്രം കൊടുത്താൽ മതി, കാരണം റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡയമീറ്റർ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എത്ര റേറ്റ് വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു 2.5 meter വരെയാണ് അതിൻ്റെ ഡയമീറ്റർ എങ്കിൽ, ഡയയുടെ റേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഡയമീറ്റർ എങ്കിൽ അവിടെ 25% എക്സ്ട്രാ കൊടുക്കണം. അതുപോലെ 2.5 to 3 ആണ് എങ്കിൽ 20% കൊടുത്താൽ മതി. 3.5നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, അപ്പോൾ 2.5 to 3.5 ആണെങ്കിൽ 20%, 3.5നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ 10% കൊടുത്താൽ മതിയാവും. അടുത്ത് പറയുന്ന PCC ആണ്. PCCയിലെന്ന് പറഞ്ഞാൽ നേരത്തെ എർത്ത് എക്സ്കവേഷൻ പറഞ്ഞ പോലെ സെയിം യൂണിറ്റ് ആണ് വരുന്നത്. PCCയിൽ മീറ്റർ ക്യൂബ്. RCC വരുമ്പോൾ വ്യത്യാസമുണ്ട്. മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുന്ന യൂണിറ്റ് 10 dm³ ആയിട്ടാണ് വരുന്നത്. 10 dm³. അതുപോലെ അടുത്ത റൂഫിംഗ് പറയുന്ന സമയത്ത് സെയിം തന്നെ, എർത്ത് വർക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് റൂഫിംഗ് മീറ്റർ സ്ക്വയർ. പക്ഷേ ഫ്ലോറിംഗ് നോക്കിക്കേ, ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ മെഷേർഡ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, പക്ഷേ പേയ്മെൻറ്റ് യൂണിറ്റ് 10 meter square എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഓക്കെ, 10 meter square എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഇനി ഇതിൽ തന്നെ ഡിഡക്ഷൻ നോക്കാം. നമ്മുടെ ഏരിയ 500 cm² കുറവാണ് എങ്കിൽ ഡിഡക്ഷൻ വേണ്ട. എങ്ങനെയാണ്? ഏരിയ 500 cm² കുറവാണെങ്കിൽ നമുക്കവിടെ ഡിഡക്ഷൻ വേണ്ട. അതുപോലെ അവിടുത്തെ ഓപ്പണിങ് 0.1 meter² കുറവാണെങ്കിലും ഡിഡക്ഷൻ വേണ്ട. അതുപോലെ തന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന PCC RCC ആണ്. PCCയിലും RCCയിലും കുറച്ച് വാല്യൂസ് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. PCCയിലെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് 40 mm അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ 40 mm അഗ്രിഗേറ്റിലുള്ള കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ 0.95. കറക്റ്റ് അവിടുത്തെ ഫൈൻ അഗ്രിഗേറ്റ് എന്തെടുത്താൽ മതി? 0.95/2, 0.48. അതുപോലെ അതിൽ യൂസ് ചെയ്യുന്നത് M5, M7.5, M10 ആണ്. M5ൻ്റെ മിക്സ് പ്രൊപ്പോർഷൻ 1:5:10, 1:5:10 M5 ആണ്. M7.5 1:4:8 ആൻഡ് M10 1:3:6. അതുപോലെ തന്നെ നമ്മൾ RCC എടുക്കുകയാണെങ്കിൽ അവിടെ 20 mm അഗ്രിഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ 1 meter³ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഇതെന്ന് പറയുന്നത് 0.9 meter³ വരുന്നത്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി 0.9 meter³. നോക്കിക്കേ, ഫൈൻ അഗ്രിഗേറ്റ് ആ 0.9.5 എടുത്താൽ പോരെ 0.45 ആണ് വരുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് M15, M20, M25 ആണ്. M15 1:2:4, M20 1:1.5:3, M25 1:1:2. അതുപോലെ തന്നെ ഒരു യൂണിറ്റ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. 1 meter³ എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 dm³ ആണ്. 1 meter³ = 1000 dm³. ഇനി ഇതിൽ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1:2:4 M15ൻ്റെ കാര്യം പറഞ്ഞില്ലേ, 1:2:4 ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം 1 meter³ ഒരു 330 kg ആണെന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു RCCയുടേത് പേയ്മെൻറ്റ് യൂണിറ്റ് 10 dm³ ആണ്.
ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ബ്രിക്ക് വർക്കാണ്. ബ്രിക്ക് വർക്കിൽ ഫൈൻ അഗ്രിഗേറ്റിൻ്റെത് ഒന്ന് നോക്കി വയ്ക്കേണ്ടതാണ്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെത് ഒരു യൂണിറ്റിൽ 0.2 മീറ്റർ ക്യൂബാണ് വരുന്നത്, 0.2 മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബിൽ നമ്മൾ ബ്രിക്ക് വർക്ക് നടക്കുമ്പോൾ അവിടെ എത്ര പെർസെൻറ്റേജ് ബ്രിക്കും എത്ര പെർസെൻറ്റേജ് മോട്ടാറെന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ ബ്രിക്ക് വർക്കിൽ 77% ബ്രിക്കും 23% മോർട്ടാറും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നോർമലി വോളിയം ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ 0.77 മീറ്റർ ക്യൂബ് ബ്രിക്കായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 0.23 മീറ്റർ ക്യൂബ് വോളിയം ഓഫ് മോട്ടാർ ആയിരിക്കും വരുന്നത് 1 മീറ്റർ ക്യൂബിൽ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് പറയുന്ന ലാറ്ററൈറ്റ് മേസണറിയാണ്. ലാറ്ററൈറ്റ് മേസണറി എന്ന് പറയുമ്പോൾ 1 മീറ്റർ ക്യൂബിൽ 60 നമ്പേഴ്സാണ് വരുന്നത്, 60 നമ്പേഴ്സാണ് ലാറ്ററൈറ്റ് വരുന്നത്. കാരണം ലാറ്ററൈറ്റിൻ്റെ സൈസ് കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. ലാറ്ററൈറ്റ് 44 × 24 × 14 സെൻറ്റിമീറ്റർ, 44 × 24 × 14 സെൻറ്റിമീറ്റർ ആണ് ലാറ്ററൈറ്റ് സ്റ്റോൺസിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു 1 മീറ്റർ ക്യൂബിൽ വർക്ക് നടക്കുന്ന സമയത്ത് അവിടെ 60 നമ്പേഴ്സിൻ്റെ ലാറ്ററൈറ്റ് ആയിരിക്കണം ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് 0.16 മീറ്റർ ക്യൂബാണ്. അടുത്ത് പറയുന്നത് പോയിൻറ്റിങ് ആൻഡ് പ്ലാസ്റ്ററിങ് ആണ് പറയുന്നത്. പോയിൻറ്റിങ് ആൻഡ് പ്ലാസ്റ്ററിങ്ങിലെന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ആദ്യം പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ് 12 mm കേസസിലാണ് എങ്കിൽ 12 mm തിക്നെസ്സിൽ വരുമ്പം ഫൈൻ അഗ്രിഗേറ്റ് നോർമലി 0.15 മീറ്റർ ക്യൂബാണ് പറയുന്നത്. ദെൻ 0.14 ഉണ്ട്. ഓക്കെ, 0.15 to 0.14 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി 0.15 മീറ്റർ ക്യൂബാണ് പറയുന്നത്. പക്ഷേ ഇത് 1:3ക്ക് 3യുടെ സ്പെഷ്യൽ കേസാണ് വരുന്നത്. 1:3യുടെ സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ അതാണ് 0.14 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിൽ 15 mm തിക്നെസ് വരെയാണെങ്കിൽ 0.16 മീറ്റർ ക്യൂബ് ടു 0.15 മീറ്റർ ക്യൂബാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ 9 mm വരെയാണെങ്കിൽ സെയിം എന്ത് തന്നെയാണ് ഈ സ്പെഷ്യൽ കേസിൻ്റെ വാല്യൂ എടുത്താൽ മതിയാവും. ഇനി ഇതിലെന്തൊക്കെ എങ്ങനെയാണ് ഡിഡക്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ സൈസ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന 0.5 മീറ്റർ സ്ക്വയറിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ്റെ ആവശ്യമില്ല. അതേസമയം 0.5നും 3 മീറ്റർ സ്ക്വയറിനും ഇടയിലാണെങ്കിൽ 1 സൈഡിൽ ഡിഡക്ഷൻ കാണും. 3 മീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടുത്തെ 2 സൈഡ്സിലും നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അടുത്തത് റൂഫിംഗ് ആണ്. അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പോയിൻ്റായിട്ട് ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് പറയുന്നതാണ്. 10 dm ക്യൂബ് വുഡ് വർക്കിന് 14.4 dm ക്യൂബ് ലോഗാണ് ആവശ്യമായിട്ട് വരുന്നത്. 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 10 dm ക്യൂബ് വുഡ് വർക്കിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ലോഗ് എത്രയാണെന്ന് ചോദിച്ചാൽ 14.4 dm ക്യൂബ്. അതുപോലെ 1 മീറ്റർ ക്യൂബിൽ സ്റ്റോൺ മേസണറിയുടെ വർക്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് റബ്ബിൾ മേസണറി ആണെങ്കിൽ അതിൻ്റെ 1.05 മീറ്റർ ക്യൂബാണ് പറയുന്നത്, 1.05 മീറ്റർ ക്യൂബ്. ഇനി സ്റ്റോൺ വർക്കിലുള്ള ഡിഡക്ഷൻ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ 1.1 മീറ്റർ സ്ക്വയർ വരെ ആവാം. അതുപോലെ റീജിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബീമൊക്കെ ഈ കോൺക്രീറ്റ് വർക്കിലൊക്കെ എൻ്റർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോൺ വർക്കിലോ ബ്രിക്ക് വർക്കിലോ ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ബീം ആ റീജിയണിലും നമുക്ക് ഡിഡക്ഷൻ്റെ കാര്യം പറയാം. ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു 500 സെൻറ്റിമീറ്റർ സ്ക്വയറിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിലും ഡിഡക്ഷൻ വേണം. അതുപോലെ തന്നെ വാൾ പ്ലേറ്റ് 10 സെൻറ്റിമീറ്ററിനേക്കാളും കുറവാണെങ്കിൽ വേണ്ട, 10 സെൻറ്റിമീറ്ററിനേക്കാളും കുറവാണെങ്കിൽ വേണ്ട. ദെൻ ബിയറിംഗ് ഓഫ് ഫ്ലോർ സ്ലാബ്, റൂഫ് സ്ലാബ്, ഈ കണ്ടീഷൻസൊക്കെയാണ് നമ്മൾ ഡിഡക്ഷൻ്റെ കാര്യം പറയുന്നത്. അടുത്തത് റൂഫിംഗ് നോക്കാം. റൂഫിംഗ് എന്ന് പറയുമ്പോൾ മെഷേർഡ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ പേയ്മെൻറ്റ് യൂണിറ്റ് 10 മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്, 10 മീറ്റർ സ്ക്വയർ. അതുപോലെ റൂഫിംഗ് പറയുന്ന സമയത്ത് മാംഗ്ലൂർ ടൈൽസ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. മാംഗ്ലൂർ ടൈൽസിൽ എന്ന് പറയുമ്പോഴത്തേക്കും മാംഗ്ലൂർ ടൈൽസിൽ സൈസ് 320 ആണ് വരുന്നതെങ്കിൽ അവിടെ ഒരു 1 മീറ്റർ ക്യൂബിൽ 160 നമ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എത്ര നമ്പേഴ്സാണ്? 160 നമ്പേഴ്സ്. അതുപോലെ നമ്മുടെ 340 ആണ് ടൈലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 340 ആണെങ്കിൽ അത് 145 ആണ് വരുന്നത്. അതെന്ന് പറയുന്നത് 145 എന്നുള്ള റേഞ്ചിലാണ് വരുന്നത്. അടുത്ത കൊറിഗേറ്റഡ് ഷീറ്റ്സ് 1 യൂണിറ്റിൽ 11.5 മീറ്റർ സ്ക്വയർ ആണ്. ഇതും ഒന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പെയിൻറ്റിൻ്റെ കോഎഫിഷ്യൻറ്റും നോക്കാം. ഓക്കെ, പെയിൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ആദ്യമേ പറയാം, പെയിൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡ് പഠിച്ച് വെച്ചിട്ട് 1-2 സൈഡിലുള്ള മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള മെഷർമെൻറ്റ് അത് പഠിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം.
ഓക്കെ, പാനൽഡ് ഡോറ്, ലെഡ്ജ്ഡ്, ബ്രേസ്ഡ് ഡോറ്, ബ്രേസ്ഡ് ലെഡ്ജ്ഡ് ഡോറ്. അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഡോറിൽ പഠിക്കുന്ന ആ ടെമ്പററി ആയിട്ട് വരുന്ന ഡോർസ് ഇല്ലേ, ആ ഡോർസ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ പാനൽഡ് ഡോറ്. ഇതിൻ്റെ പെയിൻറ്റിങ് കോഫിഷ്യൻറ്റ് വൺ സൈഡിൽ എടുക്കുകയാണെങ്കിൽ 1.3 ആണ് കറക്റ്റ്. ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡൊക്കെ വരുമ്പോൾ അതാണ് നമ്മൾ കൂടുതലും എഴുതുന്നത്. പക്ഷേ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ 1.125 ആണ് വരുന്നത്. 1.3 ആൻഡ് 1.125 നോക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ 1.3 എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് സൈഡിൽ ഒരേ 1.3 + 1.3 എടുക്കുമ്പോൾ നമുക്ക് നോർമലി എത്ര കിട്ടും? 2.6 കിട്ടും. അടുത്ത ഫുള്ളി ഗ്ലേസ്ഡ് ഡോറ് നോർമൽ വാല്യൂ 0.8, നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ 0.5 ആണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.8 + 0.8 1.6. ദെൻ പാർഷ്യലി പാനൽഡ് ആൻഡ് പാർഷ്യലി ഗ്ലേസ്ഡ് ഡോറ് ഒരു സൈഡിൽ 1 ആണ്. ദെൻ ആ 1ൻ്റെ എക്സ്ട്രാ എടുക്കുന്ന സമയം ഇരട്ടി എടുക്കുമ്പം 2 വരും. ഫ്ലഷ് ഡോർസ് 1.2 ഒറിജിനൽ വാല്യൂ ആൻഡ് 1 നിമിയിലെ വാല്യൂ ആണ്. ബോത്ത് സൈഡ് 2.4. ഫുള്ളി വെനീഷ്യൻ ഓർ ലൂവേർഡ് ഡോറ് 1.8 നോർമൽ വാല്യൂ, 1.5 നിമിയിലെ വാല്യൂ. ദെൻ പെയിൻറ്റിങ് കോഫിഷ്യൻറ്റ് രണ്ട് സൈഡ്സ് എടുക്കുമ്പോൾ 3.6. corrugated sheeted steel doors 1.25 both side 2.5. corrugated steel doors 1.14 one side, 2.28 both side. corrugated asbestos cement sheets with large corrugations 1.2 ആണ് one സൈഡിലുള്ളത്. ദെൻ 2.4. corrugated asbestos cement sheets with semi corrugation 1.1 and 2.2. steel rolled shutter 1.1 2.2. trellis works and grill works 2 for all over. ഓക്കെ, ഓൾ ഓവർ ആണ് പറഞ്ഞിരിക്കുന്നത്. ടെയിൽസ് ആൻഡ് സ്ലാറ്റ് ബാറ്റനിങ് 0.8 ഇൻ ഓൾ ഓവർ. ഓക്കെ, കൊളാപ്സ് ഗേറ്റ്സും സെയിം തന്നെ 1.5 ഫോർ ഓൾ സൈഡ്സ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റീൽ വർക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഡയമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിറ്റ് വെയിറ്റ് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്നത് ഓരോ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റിന് കൊടുക്കുന്ന ഡയമീറ്റേഴ്സ് ആയിരിക്കും, എന്നിട്ട് അതിൻ്റെ വെയിറ്റ് ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? d²/162 ചെയ്താൽ മതിയാവും. ഇനി അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ടേൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബിൾസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്രിക്ക് വർക്ക് ഫൗണ്ടേഷൻ ആണെങ്കിൽ 1.25, സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ 1 m3, ബ്രിക്ക് ഇൻ സിമന്റ് ലൈം മോർട്ടാർ ഇൻ ആർച്ചസ് 0.55, ഹാഫ് ബ്രിക്ക് വാൾ ഇൻ പാർട്ടീഷൻ 5 m3, കോസ്റ്റബിൾ മേസണറി 0.8, റാൻഡറബിൾ മേസണറി 1 m3, ആഷ്ലർ മേസണറി 0.4, സ്റ്റോൺ ആർച്ച് വർക്ക് 0.4, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ 8.5, ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ് 6 m3, സിമന്റ് കോൺക്രീറ്റിംഗ് 5 m3. അതുപോലെ തന്നെ ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല. റീൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് 1 m3, RCC 3 m3, 12 mm പ്ലാസ്റ്ററിങ് ആണ് എങ്കിൽ അത് സിമൻ്റ് ആയിക്കോട്ടെ ലൈം മോട്ടാർ ആയിക്കോട്ടെ 8 m² ആണ്. പോയിൻറ്റിങ് വരെയാണ് സെയിം തന്നെ, സിമൻറ്റോ ലൈമോ 10 m² ആണ് വരുന്നത്. കാരണം ഒരു ദിവസം ചെയ്ത് തീർക്കാൻ പറ്റും. ഇതിലൊക്കെ അത്യാവശ്യം പെയിൻറ്റിങ്ങും പ്ലാസ്റ്ററിങ്ങും എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം പോയിൻറ്റിങ് വർക്കൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറ്റും. വൈറ്റ് വാഷിങ്ങും 70 m² വരെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളറായാൽ 200 m². പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡോറിൻ്റെ വാർണിഷിങ്ങോ വിൻഡോയുടെ 1 കോട്ടൊക്കെ ആണെങ്കിൽ 24 m² ആണ്. ലാർജ് സർഫസിലുള്ള പെയിൻറ്റിങ് ഒരു കോട്ട് അടിക്കുന്നതിന് 35 m². ഡിസ്റ്റംബറിങ് 35 m². 2.5 cm സിമൻറ്റ് കോൺക്രീറ്റ് ഫ്ലോർ എന്ന് പറയുന്നത് 7.5 m² ആണ്. അതുപോലെ ഫ്ലോറിൻ്റെ എഡ്ജ് ബ്രിക്ക് ഓൺ എഡ്ജ് ഓൺ ഫ്ലോർ ആണ് 7 m². അതുപോലെ ഫ്ലാറ്റ് ഫ്ലോർ ബ്രിക്കിൻ്റെ 8 m². ടിമ്പർ ഫ്രെയിം സാലോ ടീക്ക് വുഡ് കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ 0.07 m². ഡോർ ആൻഡ് വിൻഡോ ഷട്ടർ പാനൽഡ് 0.15. സോയിങ് ഓഫ് ഹാർഡ് വർക്ക് 4 m². ദെൻ സോഫ്റ്റ് വുഡ് 6 m². സിംഗിൾ അലഹബാദ് മാംഗ്ലൂർ ടൈൽസ് 6 m². ഡബിൾ അലഹബാദ് ടിൽറ്റിംഗ് 4 m². അടുത്ത എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുമ്പോൾ തന്നെ ഓരോ സോയിലിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓർഡിനറി ആണെങ്കിൽ 3 m², ഹാർഡ് സോയിൽ ആണെങ്കിൽ 2 m², റോക്ക് ആണെങ്കിൽ 1 m3. ദെൻ സാൻഡ് ഫില്ലിംഗ് ഇൻ പ്ലിന്ത് 4 m3. ആ ടേബിള് എല്ലാം അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊന്ന് നോക്കി വെച്ചേക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീറ്റെയിൽഡ് ഡ്രോയിങ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ടേക്കൺ എത്ര പെർസെൻറ്റേജ് ആണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഫൂട്ടിംഗ് ആണെങ്കിൽ 0.5 to 0.8. ഫൂട്ടിംഗ് കഴിഞ്ഞ് അടുത്ത് പറയുന്ന സ്ലാബാണ്. സ്ലാബ് 0.7 to 1. ദെൻ ബീം 1 to 2%, കോളം 1 to 5%. അപ്പോൾ ഏറ്റവും നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽസിൽ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ എടുക്കുന്ന പെർസെൻറ്റേജ് ആണ്. ഫൂട്ടിംഗ് വരയ്ക്കുമ്പോൾ 0.5 to 0.8, സ്ലാബ് 0.7 to 1, ബീം 1 to 1 to 2 ആണ്, കോളം 1 to 5. ഓക്കെ, ഇനി ടോളറൻസിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഹയറാർക്കി കൂടെ ഒന്ന് നോക്കാം. വേറെ ഒന്നുമല്ല,
ചീഫ് എഞ്ചിനീയർ ഇരിക്കുന്നത് ചീഫ് എഞ്ചിനീയർ ഓഫീസ്, സൂപ്രണ്ട് എഞ്ചിനീയർ സർക്കിൾ ഓഫീസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷൻ ഓഫീസ്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് സബ് ഡിവിഷൻ ഓഫീസ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സെക്ഷൻ ഓഫീസ്.